നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേരള PSC HSA നാച്ചുറൽ സയൻസ് എക്സാമിനേഷന്റെ സിലബസ് പ്രകാരമുള്ള പാർട്ട് ബി മൊഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റിയിലെ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ്. ഇപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സാലിയൻ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷനും മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതിൽ പാരസൈറ്റിക് പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷനും കൂടിയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സാലിയൻ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷനും പഠിക്കാം. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റേക്കർ പ്രപ്പോസ് ചെയ്ത കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ജീവിവർഗങ്ങളെ 5 കിങ്ഡംസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചി, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമാലിയ. ഇതിൽ കിങ്ഡം മൊനീറയിൽ യുബാക്ടീരിയകളും സൈനോബാക്ടീരിയകളും ആർക്കിബാക്ടീരിയകളുമാണ് വരുന്നത്. ബാക്ടീരിയകൾ മാത്രമാണ് കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്നത്. പിന്നീട് വരുന്ന കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് കിങ്ഡം പ്ലാന്റേ, അനിമാലിയ, ഫഞ്ചി എന്നീ കിങ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ജീവികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് വർത്തിക്കുന്നത്. ഏത്? കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് എല്ലാം ജലത്തിൽ ജീവിക്കുന്നവയാണ് കൂടുതലും. ഇവ യൂക്കാരിയോട്ടുകളാണ്. യൂക്കാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ട്രൂ ന്യൂക്ലിയസ് ഉള്ളവരാണ്. എന്താണ് ട്രൂ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളില് തരത്താൽ പൊതിഞ്ഞ മർമ്മവും മറ്റു കോശാംഗങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ഥലത്താൽ പൊതിഞ്ഞ ന്യൂക്ലിയസ് ആണ് കാണുക. ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് കാണുക. അങ്ങനെയുള്ള ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളുള്ള സെല്ലുകളുള്ള ഓർഗാനിസത്തിനെയാണ് എന്ത് പറയുക? യൂക്കാരിയോട്ടുകൾ എന്ന് പറയുക. പ്രോട്ടിസ്റ്റകളില് ഫ്ലജല്ലയോ സീലിയയോ കാണപ്പെടുന്നു. ചില പ്രോട്ടിസ്റ്റുകള് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫുകളാണ്, അതായത് അവ സ്വപോഷികളാണ്. അവർക്ക് ഫോട്ടോസിന്തസിസ് വഴി, അതായത് പ്രകാശ സംശ്ലേഷണം വഴി സ്വയം ആഹാരം നിർമ്മിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവ ഹെട്രോട്രോഫിക് ആണ്, അതായത് പരപോഷികളാണ്. ഈ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. മലയാളത്തിലുള്ള ടേംസ് ചിലർക്കൊക്കെ പുതിയതായിരിക്കാം, ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ടേംസ് എല്ലാം മലയാളത്തിലുള്ളത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. പക്ഷെ സ്വപോഷികൾ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മലയാളം ടേം അറിയാത്തവര് ഈ മലയാളം ടേംസ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. പ്രോട്ടിസ്റ്റുകള് സെക്ഷലി അസെക്ഷലി റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, അതായത് ലൈംഗികമായും അലൈംഗികമായും പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. ബൈനറി ഫിഷൻ, ദ്വിവിഭജനം, മൾട്ടിപ്പിൾ ഫിഷൻ, ബഡ്ഡിംഗ് എന്നിവയിലൂടെ അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നു. ലൈംഗിക പ്രത്യുൽപാദനത്തില് ഗമേറ്റുകളുടെ സംയോജനം വഴി സൈഗോട്ടുകൾ ഫോം ചെയ്യുന്ന, സൈഗോട്ട് രൂപപ്പെടുന്ന രീതിയിലാണ് ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്. ചില പ്രോട്ടിസ്റ്റുകൾ മനുഷ്യർക്കും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒരേപോലെ രോഗകാരികളാണ്. ഉദാഹരണമായിട്ട് പ്ലാസ്മോഡിയം മലേറിയയ്ക്ക് കാരണമാകുന്നു. കിങ്ഡം പ്രോട്ടിസ്റ്റയെ 3 തരംതിരിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സസ്യങ്ങളെ പോലുള്ള പ്രോട്ടിസ്റ്റുകൾ, ജന്തുക്കളെ പോലുള്ള പ്രോട്ടിസ്റ്റുകൾ, ഫംഗസ് പോലുള്ള പ്രോട്ടിസ്റ്റുകൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ കിങ്ഡത്തില് ക്രൈസോഫൈറ്റുകൾ, ഡൈനോഫ്ലജല്ലേറ്റുകൾ, യൂഗ്ലിനോയിഡുകൾ, സ്ലൈം മോൾഡുകൾ, പ്രോട്ടോസോവകൾ എന്നിവ ഉൾപ്പെടുന്നു. ക്രൈസോഫൈറ്റുകളും ഡൈനോഫ്ലജല്ലേറ്റുകളും യൂഗ്ലിനോയിഡുകളും പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റ, അതായത് സസ്യങ്ങളെ പോലുള്ള പ്രോട്ടിസ്റ്റുകളിൽ ഉൾപ്പെടുന്നു. സ്ലൈം മോൾഡുകള് ഫംഗസ് പോലുള്ള പ്രോട്ടിസ്റ്റുകളിൽ ഉൾപ്പെടുന്നു. പ്രോട്ടോസോവുകള് ജന്തുക്കളെ പോലുള്ള പ്രോട്ടിസ്റ്റുകളിൽ ഉൾപ്പെടുന്നു. ഇവിടെ ക്ലാസിഫിക്കേഷന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയെ 3 തരംതിരിച്ചിരിക്കുന്നു. സസ്യങ്ങളെ പോലുള്ള പ്രോട്ടിസ്റ്റുകളെന്നും ഫംഗസ് പോലുള്ള പ്രോട്ടിസ്റ്റുകളെന്നും ജന്തുക്കളെ പോലുള്ള പ്രോട്ടിസ്റ്റുകളെന്നും 3 തിരിച്ചിരിക്കുന്നു. ഇതിൽ സസ്യങ്ങളെ പോലുള്ള പ്രോട്ടിസ്റ്റുകള് ക്രൈസോഫൈറ്റുകൾ എന്ന് പറയുന്നതിൽ ഡയാറ്റമുകളും ഡെസ്മിഡുകളും, സുവർണ ആൽഗകൾ അല്ലെങ്കിൽ ഗോൾഡൻ ആൽഗേസ് എന്നറിയപ്പെടുന്ന ഡെസ്മിഡുകളും ഡയാറ്റമുകളുമാണ് ക്രൈസോഫൈറ്റുകളിൽ ഉൾപ്പെടുന്നത്.
പിന്നെ ഡൈനോഫ്ലജല്ലേറ്റുകൾ വരുന്നതാണ് പൈറോഫൈറ്റുകൾ. മൂന്നാമത്തെ വിഭാഗമാണ് യൂഗ്ലിനോയിഡുകൾ. അതായത് സസ്യങ്ങളെ പോലുള്ള പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റകളെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു: ക്രൈസോഫൈറ്റുകൾ, പൈറോഫൈറ്റുകൾ, യൂഗ്ലിനോയിഡുകൾ എന്ന്. ഫംഗസ് പോലുള്ള പ്രോട്ടിസ്റ്റകളെ സ്ലൈം മോൾഡുകൾ എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ജന്തുക്കളെ പോലുള്ള പ്രോട്ടിസ്റ്റകളെ പറയുന്ന പേരാണ് പ്രോട്ടോസോവകൾ എന്ന്. അവ 4 തരത്തിലുണ്ട്: ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവകൾ, സീലിയേറ്റഡ് പ്രോട്ടോസോവകൾ, അമീബോയിഡ് പ്രോട്ടോസോവകൾ, സ്പോറോസോവകൾ. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവകൾ എന്ന് പറയുമ്പോൾ അവരുടെ ചലനത്തിനും ആഹാര സമ്പാദനത്തിനുമായിട്ട് ഫ്ലജല്ല യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലജല്ല ഉള്ള ജീവികളെയാണ്, പ്രോട്ടോസോവകളെയാണ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവകൾ എന്ന് പറയുന്നത്. സീലിയേറ്റഡ് പ്രോട്ടോസോവകളുടെ ശരീരത്തിൽ അവരുടെ ചലനത്തിനും ആഹാര സമ്പാദനത്തിനുമായിട്ട് സീലിയകളാണ് കാണപ്പെടുക. അമീബോയിഡ് പ്രോട്ടോസോവകൾ നമ്മുടെ അമീബയെ പോലെ സ്യൂഡോപോഡിയ ഉപയോഗിച്ച്, കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരം സമ്പാദിക്കുന്നവരാണ്. സ്പോറോസോവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിലെ സ്പോറുകൾ ഫോം ചെയ്യുന്ന തരം പ്രോട്ടോസോവകളെയാണ് എന്ത് പറയുക, സ്പോറോസോവകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ വിഭാഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രൈസോഫൈറ്റുകളെ കുറിച്ച് ആദ്യം പഠിക്കാം. ഡയാറ്റമുകളും ഡെസ്മിഡുകളുമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. സൂക്ഷ്മജീവികളാണ് ഇവ, അതായത് മൈക്രോസ്കോപ്പിക് ആണ്. ഇവ ജലത്തിലാണ് കാണപ്പെടുക. പ്ലവകങ്ങളാണ്, അതായത് പ്ലാങ്ക്ടൺസ് ആണ്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്ന് ജലത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ ജലത്തിന്റെ ചലനത്തിനനുസരിച്ച് ചലിക്കുന്നവയാണ് പ്ലവകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവ സമുദ്രത്തിലെ പ്രധാന ഉൽപാദകരാണ്. ഡയറ്റമുകളും ഡെസ്മിഡുകളുമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. സുവർണ ആൽഗകളാണ് ഡെസ്മിഡുകൾ എന്നറിയപ്പെടുന്നത്. ഡയാറ്റമുകളുടെ കോശഭിത്തി സിലിക്കയാൽ നിർമ്മിതമാണ്. അതിനാൽ തന്നെ ഇത് നശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ ഇത് വൻതോതിൽ ഈ കോശഭിത്തി അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഈ കോശഭിത്തി, ഡയാറ്റമുകളുടെ സിലിക്ക നിർമ്മിതമായ കോശഭിത്തി അടിഞ്ഞുകൂടിയതിനെ നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് അഥവാ ഡയാറ്റമിക മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തരികൾ ഉള്ളതിനാൽ ഇതിനെ പോളിഷ് ചെയ്യുന്നതിനും എണ്ണ, സിറപ്പ് മുതലായവ ശുദ്ധീകരിക്കുന്നതിനും ഈ ഡയാറ്റമേഷ്യസ് എർത്ത് അഥവാ ഡയാറ്റമിക മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ക്രൈസോഫൈറ്റുകൾ ഡയാറ്റമുകളും ഡെസ്മിഡുകളുമാണ്. മൈക്രോസ്കോപ്പിക് ആണ്, പ്ലാങ്ക്ടോണിക് ആണ്, പ്രധാന ഉൽപാദകരാണ് സമുദ്രത്തിലെ, അതായത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ദെൻ സിലിക്ക നിർമ്മിതമായ കോശഭിത്തിയാണുള്ളത്. അത് നശിക്കാത്തത് കാരണം അത് അടിഞ്ഞുകൂടിയിട്ട് ഡയറ്റമേഷ്യസ് മണ്ണ് എന്ന് അറിയപ്പെടുന്നു, ഡയറ്റമേഷ്യസ് എർത്ത് എന്നറിയപ്പെടുന്നു. ആ ഡയറ്റമേഷ്യസ് എർത്ത് തരികൾ ഉള്ളതിനാൽ പോളിഷ് ചെയ്യുന്നതിനും പിന്നെ എണ്ണ, സിറപ്പ് മുതലായവ ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അടുത്ത വിഭാഗമാണ് ഡൈനോഫ്ലാജല്ലേറ്റ്സ്. പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റയിലെ രണ്ടാമത്തെ വിഭാഗമാണ് ഡൈനോഫ്ലാജല്ലേറ്റ്സ്. ഡൈനോഫ്ലാജല്ലേറ്റ്സ് സമുദ്രജലത്തിലാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉണ്ട്, പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളവയാണ് ഇവ. കോശഭിത്തിക്ക് പുറത്ത് ഉറപ്പുള്ള സെല്ലുലോസ് പാളികൾ കാണുന്നു. ഡയറ്റംസിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? സിലിക്ക നിർമ്മിതമായ കോശഭിത്തിയാണ്. ഇവിടെ കോശഭിത്തിക്ക് പുറത്ത് ഉറപ്പുള്ള സെല്ലുലോസ് പാളികളാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് 2 ഫ്ലജല്ലകളുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ഡൈനോഫ്ലജല്ലേറ്റുകൾ എന്ന് വിളിക്കുന്നത്. കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിനനുസരിച്ച് ഇവ പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, തവിട്ട് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. അതായത് ഇവരുടെ കോശ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റ്സിനനുസരിച്ച് ഇവ പച്ചയും നീലയും ചുവപ്പും മഞ്ഞയും തവിട്ട് നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഗോണിയാലാക്സ് പോലുള്ള ചുവന്ന ഡൈനോഫ്ലജല്ലേറ്റുകൾ റെഡ് ടൈഡിന് കാരണമാകുന്നു. റെഡ് ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോണിയാലാക്സ് പോലുള്ള ഡൈനോഫ്ലജല്ലേറ്റുകൾ ധാരാളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവര് വിഭജിച്ച് വലുതായി പെരുകുകയും എന്ത് സംഭവിക്കും? ആ ഭാഗത്ത് സമുദ്രം ചുവന്ന നിറത്തിൽ കാണപ്പെടുകയും ചെയ്യും. സമുദ്രജലം ചുവന്ന നിറത്തിൽ കാണപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് റെഡ് ടൈഡ് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്നത് ഏതാണ്? ഗോണിയാലാക്സ് എന്ന് പറയുന്ന ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. ഇവ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻ, വിഷവസ്തുവിന് മറ്റ് സമുദ്ര ജീവികളെ കൊല്ലാനുള്ള ശേഷിയുണ്ട്. അപ്പൊ ഇത്രയാണ് ഡൈനോഫ്ലജല്ലേറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് യൂഗ്ലിനോയിഡുകൾ. പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റിലെ മൂന്നാമത്തെ വിഭാഗമാണ് യൂഗ്ലിനോയിഡുകൾ. കെട്ടി നിൽക്കുന്ന ശുദ്ധജലത്തിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. ഇവയുടെ കോശഭിത്തിക്ക് പകരം മാംസ്യ നിർമ്മിതമായ, അതായത് പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പെല്ലിക്കിളാണ് കാണുന്നത്. കോശഭിത്തിയല്ല കാണുന്നത്.
അതുകൊണ്ട് തന്നെ ഇവയുടെ ശരീരം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്, വഴക്കമുള്ളതാണ്. പെല്ലിക്കിളാലാണ് നിർമ്മിതമായിരിക്കുന്നത്. കോശഭിത്തിക്ക് പകരം പെല്ലിക്കിളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരം കുറച്ചുകൂടി വഴക്കമുള്ളതാണ്. നീളം കൂടിയതും കുറഞ്ഞതുമായ 2 ഫ്ലജല്ലകൾ ഉണ്ട്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇവ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അങ്ങനെ ഇവ സ്വപോഷികളായി മാറും. പ്രകാശത്തിന്റെ അഭാവത്തിൽ ഇവ പരപോഷികളായി മാറുകയും ചെയ്യും. അതായത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇവര് ആ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റിന്റെ ഹെൽപ്പോടുകൂടി ഫോട്ടോസിന്തസിസ് നടത്തി സ്വയം ആഹാരം നിർമ്മിക്കും. അതേസമയം പ്രകാശമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവ മറ്റു ജീവികളെ ഡിപ്പെൻഡ് ചെയ്യും. ഇവ അപ്പോൾ ഹെറ്ററോട്രോഫിക് ആയിട്ട് മാറും. എക്സാമ്പിൾ ആണ് യുഗ്ലിന. യുഗ്ലിനയുടെ ശരീരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ പിഗ്മെന്റ്സ് ഉള്ളതായിട്ട്. ഇനി പഠിക്കാനുള്ളതാണ് സ്ലൈം മോൾഡുകൾ. സ്ലൈം മോൾഡുകൾ എന്ന് പറയുന്നത് ഫംഗസ് ലൈക്ക് പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. ഇവ ശവോപജീവികളാണ്, സാപ്രോഫൈറ്റ്സ് ആണ്. അനുകൂല സാഹചര്യത്തിൽ ഇവ കൂട്ടം ചേർന്ന് വളർന്ന് വ്യാപിക്കുന്നതിനെ പ്ലാസ്മോഡിയം എന്നാണ് പറയുക. അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇവ ധാരാളമായിട്ട് വളർന്ന് പന്തലിക്കും. അതായത് ഒരുപാട് ഏരിയയിൽ ഇവ സ്പ്രെഡ് ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുക? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പക്ഷേ പ്രതികൂല സാഹചര്യത്തിൽ ഇവയ്ക്ക് രൂപമാറ്റം സംഭവിക്കും. എന്നിട്ട് ഫ്രൂട്ടിംഗ് ബോഡികൾ എന്നറിയപ്പെടുന്ന സ്ട്രക്ചർ ആയിട്ട് മാറും. ഫ്രൂട്ടിംഗ് ബോഡികൾ എന്ന് പറഞ്ഞാൽ അഗ്രഭാഗത്ത് രേണുക്കളോടുകൂടിയ സ്പോറുകളോട് കൂടിയിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡികൾ എന്നുള്ള രൂപത്തിലേക്ക് ഇവ മാറ്റപ്പെടും. രേണുക്കള് കാറ്റിലൂടെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഈ രേണുക്കൾക്ക് ഉറപ്പേറിയ കോശഭിത്തികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വളരെ കാലം നിലനിൽക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുകയും ചെയ്യും. ഇതാണ് സ്ലൈം മോൾഡുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. സാപ്രോഫൈറ്റ്സ് ആണ്. ഇവ അനുകൂല സാഹചര്യത്തിൽ ധാരാളമായി വ്യാപിച്ചു വളരും. ഇതിനെ പ്ലാസ്മോഡിയം എന്ന് പറയും. പ്രതികൂല സാഹചര്യത്തിൽ ഇവ ഫ്രൂട്ടിംഗ് ബോഡികളായിട്ട് മാറും. സ്പോർസ് ഉള്ള അഗ്രരേണുക്കളോട് കൂടിയ ഫ്രൂട്ടിംഗ് ബോഡികളായിട്ട് മാറും. ഈ രേണുക്കൾ കാറ്റിലൂടെ വിതരണം ചെയ്യപ്പെടുന്നു. അവയ്ക്ക് ഉറപ്പുള്ള കോശഭിത്തി ഉള്ളതിനാൽ ഇവ വളരെ കാലം നിലനിൽക്കുകയും പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രോട്ടോസോവകൾ. അനിമൽ ലൈക്ക് പ്രോട്ടിസ്റ്റുകളാണ് പ്രോട്ടോസോവകൾ. ഇവ ഹെറ്ററോട്രോഫ്സ് ആണ്. അനിമൽസ് അല്ലേ, അപ്പോൾ അനിമൽ ലൈക്ക് അല്ലേ, അപ്പോൾ ഹെറ്ററോട്രോഫ്സ് ആണ്, പരപോഷികളാണ്. പരാദങ്ങളായോ ഇരപിടിയന്മാരോ ആയാണ് ഇവ ജീവിക്കുന്നത്. അതായത് എൻഡമീബ ആണ് ഒരു പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ട് ഇരപിടിച്ച് കഴിയും, അമീബയെ പോലുള്ളവ. ഇവയെ 4 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അമീബോയിഡ് പ്രോട്ടോസോവകൾ. അമീബോയിഡ് പ്രോട്ടോസോവകൾ ജലത്തിലും ഈർപ്പമുള്ള മണ്ണിലും ജീവിക്കുന്നു. ഇരപിടിക്കുന്നതിനും ചലിക്കുന്നതിനും കപടപാദങ്ങൾ അഥവാ സ്യൂഡോപോഡിയ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രോട്ടോസോവകൾ പരപോഷികളാണ്. പരാദങ്ങളായോ ഇരപിടിയന്മാരായിട്ടാണ് ജീവിക്കുന്നത്. 4 വിഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അമീബോയിഡ് പ്രോട്ടോസോവകൾ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവകൾ, സീലിയേറ്റഡ് പ്രോട്ടോസോവകൾ, സ്പോറോസോവകൾ എന്ന്. ഇതിൽ ആദ്യത്തേത് അമീബോയിഡ് പ്രോട്ടോസോവകളാണ്. ഇവ ജലത്തിലും ഈർപ്പമുള്ള മണ്ണിലുമാണ് ജീവിക്കുന്നത്. ഇരപിടിക്കുന്നതിനും ചലിക്കുന്നതിനുമായിട്ട് ഇവ സ്യൂഡോപോഡിയയാണ് യൂസ് ചെയ്യുന്നത്. സമുദ്രത്തിൽ കാണുന്ന പ്രോട്ടോസോവകൾക്ക് സിലിക്ക നിർമ്മിതമായ പുറന്തോടുണ്ട്. ഉദാഹരണം അമീബ. അമീബയുടെ പിക്ചർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അടുത്തതാണ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവകൾ. സ്വതന്ത്രമായോ പരാതമായോ ജീവിക്കുന്ന ഇവയ്ക്ക് ഫ്ലജല്ലയുണ്ട്. ചിലത് ഫ്രീ ആയിട്ട് ജീവിക്കുന്നതായിരിക്കും, ചിലത് പാരസൈറ്റിക് ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. സ്ലീപ്പിംഗ് സിക്നസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണം ട്രിപ്പനോസോമ പോലുള്ള ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവകളാണ്. ഉദാഹരണമാണ് ഈ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണമാണ് ട്രിപ്പനോസോമ. അടുത്തതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവകൾ. സീലിയേറ്റഡ് പ്രോട്ടോസോവകൾ എന്ന് പറയുമ്പോൾ ജലത്തിലാണ് കാണപ്പെടുക. ചലനത്തിനായും ആഹാര സമ്പാദത്തിനായും സീലിയകളാണ് ഇവരുടെ ശരീരത്തിൽ കാണപ്പെടുക. കോശ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തുറക്കുന്ന ഒരു ഗള്ളറ്റ്, ഒരു അറ കാണപ്പെടുന്നുണ്ട്. ആ ഗള്ളറ്റിൽ കൂടിയാണ് ഇവരുടെ ആഹാരം എത്തിച്ചേരുന്നത്. സീലിയകളുടെ ക്രമമായ ചലനത്തിന്റെ ഫലമായിട്ട് അവരുടെ ആ ചുറ്റിനുമുള്ള ജലത്തിൽ ഒരു വാട്ടർ കറന്റ് സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ ജലവും അതിനോടൊപ്പം ഭക്ഷണവും ഇവരുടെ ഗള്ളറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഗള്ളറ്റ് വഴി അത് കോശത്തിനുള്ളിലേക്ക് എത്തുകയും അങ്ങനെ ഇവർക്ക് ആഹാരം ലഭിക്കുകയും ചെയ്യുന്നു.
എക്സാമ്പിൾ ആണ് പാരമീസിയം. പാരമീസിയത്തിന്റെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഗ്രൂവ് പോലത്തെ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇതിനെയാണ് ഗള്ളറ്റ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ചുറ്റിനുള്ള സീലുകളുടെ മൂവ്മെന്റ് കൊണ്ട് എന്ത് സംഭവിക്കും? വാട്ടർ കറന്റിനുള്ളിൽ കൂടെ ഭക്ഷണവും ഉള്ളിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത വിഭാഗമാണ് സ്പോറോസോവകൾ. സ്പോറോസോവകൾ എന്ന് പറഞ്ഞാൽ രേണുക്കൾ പോലുള്ള രോഗകാരികളായ ജീവികളാണ് സ്പോറോസോവകൾ. രോഗകാരികളായിട്ടുള്ള പ്രോട്ടോസോവകളാണ് സ്പോറോസോവകൾ. എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമാകുന്ന ഒരു പ്രോട്ടോസോവയാണ്. ഇതാണ് പ്ലാസ്മോഡിയത്തിന്റെ സ്പോർ ഫോമിൽ കാണുന്ന ഡയഗ്രം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് ഇത്രയും ഭാഗങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എളുപ്പം പഠിക്കാവുന്ന ഒരു പോർഷൻ ആണ്. ഇനി ഇതിന്റെ അനുബന്ധമായിട്ട് പാരസിറ്റിക് പ്രോട്ടോസോവൻസ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.